ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമായിട്ടുള്ള ഗെയിം കൺട്രോളർ വാങ്ങിക്കഴിഞ്ഞു കേട്ടോ. നമുക്ക് വന്നിട്ടുള്ള വില എന്ന് പറഞ്ഞാൽ 2099 രൂപ വന്നത്. നമ്മൾ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. 2 ദിവസം മുന്നാണ് ഓർഡർ ചെയ്തത്. എനിക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ ഈ വാങ്ങുന്ന സാധനം നമുക്ക് ആമസോണിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഓൺലൈനിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വരുമ്പോൾ എങ്ങനെ ഇനി ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞത് വരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ ബുക്ക് ചെയ്തു. ഇത് കർണാടകയിൽ നിന്ന് എവിടെ നിന്ന് വന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈം 18-ാം തീയതി പറഞ്ഞിട്ടായാലും ഇന്ന് നമുക്ക് 12-ാം തീയതി തന്നെ സാധനം ഡെലിവേർഡായി. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു സാനിറ്റൈസ് കൈ പിടിച്ചിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഞാൻ അതിൽ തന്നെ ഒന്ന് കൈയൊക്കെ വൃത്തിയാക്കിയ ശേഷം അപ്പോൾ നമുക്ക് വേഗത്തിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. റേറ്റ് പറഞ്ഞ 2099 രൂപയാണ്. ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്ഷനിൽ വെച്ചിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതിൽ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിന് ക്വാളിറ്റി കൂടിയതുണ്ട്. ബട്ട് ഇതിൻ്റെ ഒരു റേറ്റ് ബാക്കിയുള്ളതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 7000-8000 രൂപയാണ്. പിന്നെ നമുക്ക് ആമസോണിലാണ് ഈ ഇങ്ങനത്തെ കിറ്റുകൾ മീൻസ് ഗെയിം കൺട്രോളേഴ്സൊക്കെ നല്ലത് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല. ഞാൻ ഫസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ കുറേ അടിച്ച് എല്ലായിടത്തും തപ്പി നോക്കി. സാധനം ഉണ്ട് തന്നെ, അത് അത്ര റിവ്യൂസൊക്കെ വളരെ മോശമായിട്ടുള്ളതാണ്. അപ്പോൾ ആമസോണിൽ നമുക്ക് ഓൺലൈൻ മാത്രമാണ് പേയ്മെൻ്റ് ഉള്ളൂ. അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. നമുക്ക് ഈ റേറ്റിൽ ബ്ലൂടൂത്ത് നമ്മുടെ ടച്ച് സ്ക്രീനിൽ തന്നെ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും പറ്റില്ല നമ്മൾ ഗെയിം കളിക്കുമ്പോൾ. അൻകേറ്റ് വിവോ ഗെയിം പാഡ് 4 എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മളൊരു ഗെയിമിങ്ങിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസ് ഇതിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീലിയോ മീഡിയടെക് പ്രൊസസ്സറിലൊന്നും സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് മാക്സിമം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ iOS പ്രൊസസ്സറുകളിലും പിന്നെ നമ്മുടെ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറിലാണ് മാക്സിമം ആയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ യൂസേജ് ടൈം ഒരു വട്ടം ചാർജ് ചെയ്യാൻ നമുക്ക് 12 മണിക്കൂർ നോൺ സ്റ്റോപ്പ് പ്ലേ ടൈം നമുക്ക് കിട്ടും. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 99 നല്ല ഗെയിമുകളെല്ലാം നമുക്ക് NFS ആയിക്കോട്ടെ എല്ലാ ഗെയിംസും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഇൻസ്റ്റൻറ്റ് പ്ലേയിലൂടെ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം ഒരു 4 ഫിംഗർ ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക യൂസർ ഗൈഡൻസും പിന്നെ അങ്ങനെ ക്വിക്ക് പ്ലെയർ എന്തൊക്കെ ചെയ്യണം ഇത് സെറ്റ് ചെയ്യാനുള്ള അതിന് സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട്, എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, മാനുവൽ സെറ്റിങ്സ്, അതിന് വേണ്ടി ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് സാധനം പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ചാർജർ വരുന്നുണ്ട്. സാധാരണ മൊബൈലിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യുന്ന ടൈപ്പ്. ഇതാണ് നമ്മുടെ ഗെയിം കൺട്രോളർ. അപ്പോൾ ഗെയിം കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറേ നാളത്തൊരു ആഗ്രഹമാണ് കേട്ടോ ഈ സാധനം വാങ്ങണമെന്ന്. പണ്ട് തൊട്ടേ ഞാൻ കുറേ നാളെ വിചാരിക്കുന്നു. ബട്ട് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് വാങ്ങാഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. വളരെ സ്മൂത്തായിട്ടുള്ള സാധനമാണ്. നല്ല ഇപ്പോൾ ഇതിൻ്റെ മൊബൈൽ വെക്കാനുള്ള സ്ഥലമായിക്കോട്ടെ നല്ല ടൈറ്റാണ്. ഇത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രീമിയം ലുക്കുള്ള ജോയ്സ്റ്റിക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതിൻ്റെ 6 ട്രിഗേഴ്സ് നമുക്കുണ്ട്. 1 2 3 4 പിന്നെ ഇവിടെ 2 അപ്പോൾ 6 ഉണ്ട്. നമുക്ക് അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇത് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം ഇത് ഓരോന്നിനനുസരിച്ചാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇതാണെങ്കിൽ നമുക്ക് ഹോം ഞെക്കി കഴിഞ്ഞതിന് ശേഷം ബട്ടൺ ഓട്ടോമാറ്റിക് ഞെക്കി ഇത് 4 LEDs കാണാൻ സാധിക്കും. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിനുള്ളത്, പിന്നെ iOS-നുള്ളത്, പിന്നെ ആൻഡ്രോയിഡ് TVക്കുള്ളത്, പിന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ചാർജിങ് ബാക്കപ്പ് പറയുന്നത് 12 മണിക്കൂറാണ്. ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ മൊബൈലൊന്ന് വെക്കുന്നതിന് മുന്നിട്ട് നമ്മുടെ മൊബൈൽ വയ്ക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു എത്ര സ്റ്റാൻഡിങ് മനസ്സിലാവുമല്ലോ. അപ്പോൾ നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നമ്മൾ കുലുക്കുമ്പോഴൊന്നും ഇളകുന്നില്ല. അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി സാധനമാണ്. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ്സ് ആവട്ടെ ബട്ടൺസ് ആവട്ടെ എല്ലാതും വളരെ ഒരു പ്രീമിയം ലെവലാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ട്രിഗേഴ്സ് വാങ്ങാനായിരുന്നു ആലോചിച്ചിരുന്നത്. അതിനൊരു 400-500 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് നമ്മുടെ സ്ക്രീനിൽ അത് അറ്റാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുകയാണെങ്കിൽ
ചില മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ യൂസർ ഫ്രണ്ട്ലി അത്രയില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വളരെ കുറവാണ്. നമ്മൾ ജോയ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ അത്രയും എഫേർട്ട് വരുന്നില്ല. ബ്ലൂടൂത്തുകൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ വളരെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗെയിമിംഗ് പാഡൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വേറൊരു ഗെയിം പാഡ് ലഭിക്കില്ല. 99 രൂപ പറഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗെയിം പാഡുകളുടെ നിങ്ങൾ വിലയൊന്ന് നോക്കി നോക്കുക. ഏറ്റവും പ്രൈസ് റേഞ്ച് കുറവെന്ന് പറയാൻ പറ്റുന്നത് ഇതായിരിക്കും, ബ്ലൂടൂത്ത് കണക്ഷൻ ഉള്ളതിൽ. ബട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ്. ശരിക്കും ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയറൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റ് ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇവിടെ ചാർജിങ് പോർട്ട് ലഭിക്കുന്നുണ്ട്. നമ്മൾ മൊബൈൽ ചാർജ് വെച്ചിട്ട് ചെയ്യാം. ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ഹോൾഡിങ് ചെയ്യാനുള്ള ഈ സ്ഥലമാണ്. ഈ ഹോൾഡിങ് ചെയ്യാനുള്ള സെക്ഷൻ വളരെ സൂപ്പർ എന്ന് പറയാമല്ലോ. നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. മൊബൈൽ ഇതിൻ്റെ ഒരു നിലകി വീഴുന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഫുൾ നല്ല ടൈറ്റായിട്ടുള്ള സാധനം, നല്ല ഗ്രിപ്പും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പല പല സ്വിച്ചസും ടർബോ ബട്ടൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് നാളെ നോക്കാം. ഞാനും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് നോക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഗെയിം പ്ലേ കൂടി കാണിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.